ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം മുതൽ നമ്മൾ ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ടു. 6-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും നാസിർ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തികളെക്കുറിച്ചും അവർ പാലിക്കേണ്ട പ്രമാണങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നാസിർ വ്രതം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിക്കുന്ന ആ ഒരു വ്രതത്തെയാണ് നാസിർ വ്രതം എന്ന് പറയുന്നത്. അതൊരു സന്യാസ ജീവിതം നയിക്കുന്നതിനാണ് നാസിർ വ്രതം എന്ന് പറയുന്നത്. അടുത്ത 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായുള്ള വഴിപാടുകളും യാഗങ്ങളെക്കുറിച്ചൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് സംവദിക്കുന്നത്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? മോശെ തിരുനിവാസം നിവർത്തി കഴിഞ്ഞിട്ട് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിൻ്റെ സകല പാത്രങ്ങളെയും അഭിഷേകം ചെയ്ത് കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പ്രതിഭവനങ്ങളിൽ പ്രധാനികളും പ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽവിചാരകന്മാരുമായ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അങ്ങനെ അവർ വഴിപാടായിട്ട് പല സാധനങ്ങളും കാളവണ്ടികളും ഒക്കെ കൊടുക്കുന്നതായിട്ട് കാണാം. ഓരോ ഇസ്രായേൽ ഗോത്രത്തിനും അവരെ പ്രതിനിധീകരിച്ചുള്ള ഓരോ പ്രഭുക്കന്മാരുണ്ടാവും. അങ്ങനെ 12 ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് 12 കാളകൾ അല്ലെങ്കിൽ 12 ബസ്സുകൾ എന്നുള്ള കണക്കിലാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും. പിന്നീട് 11-ാമത്തെ വാക്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, യഹോവ മോശയോട് കൽപ്പിച്ചു, യാഗപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായിട്ട് ഓരോ പ്രഭു ഓരോ ദിവസവും താന്താൻ്റെ വഴിപാട് കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ യാഗപീഠ അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നു. പിന്നീട് അതിനുള്ള പിറ്റേ ദിവസം മുതൽ ദൈവകൽപ്പന പ്രകാരം ഓരോ ഗോത്രത്തിനെയും പ്രതിനിധിച്ച് ഓരോരുത്തർ സമ്മാനങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അങ്ങനെ അതിനെക്കുറിച്ചാണ് ആ അധ്യായത്തിൽ പ്രധാനമായിട്ടെല്ലാം പറയുന്നത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ പ്രധാനമായിട്ട് പറയുന്നു, മോശെ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യ പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കിൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു. അപ്പോൾ മോശെ തിരുമുമ്പിൽ കടക്കുവാനായിട്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് സംസാരിപ്പാനായിട്ട് കടക്കുമ്പോൾ ആ കൃപാസനത്തിന് മുകളിൽ സാക്ഷ്യപടമുണ്ട്, ആർക്കൗത്ത് കവനൻ്റെ അതിൽ മേഴ്സി സീറ്റ് എന്ന് പറയും കൃപാസനം. അതിൽ 2 കെരൂബുകളുടെയും നടുവിൽ നിന്ന് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ നിന്ന് സംസാരിക്കും. അങ്ങനെയാണ് അരുളപ്പാടുകളും കാര്യങ്ങളൊക്കെ മോശയ്ക്ക് കിട്ടുന്നത്. പിന്നീട് 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ലേവ്യർക്കുള്ള കൽപ്പനകളാണ് പ്രധാനമായിട്ട് അതിൽ വരുന്നത്. 8-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ മോശയോട് അരുളി ചെയ്തത്, ദീപം കൊളുത്തുമ്പോൾ ദീപം 7 നിലവിളക്കിൻ്റെ മുൻവശത്തോട്ട് വെളിച്ചം കൊടുക്കണമെന്ന് അഹരോനോട് പറയുക. അപ്പോൾ അങ്ങനെയുള്ള വിളക്കാണ് മുമ്പത്തെ പാഠങ്ങളിൽ നമ്മൾ കണ്ടു, പുസ്തകങ്ങളിൽ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു വിളക്ക് ഉണ്ടാക്കുവാനായിട്ടുള്ള കൽപ്പന കൊടുക്കുന്നത്. അപ്പോൾ ആ ദീപം 7 നിലവിളക്കിൻ്റെ മുൻവശത്തോട് വെളിച്ചം കൊടുക്കണം. അഹരോൻ അങ്ങനെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ നിലവിളക്കിൻ്റെ ദീപം മുൻവശത്തേക്ക് തിരിച്ച് കൊളുത്തി. നിലവിളക്കിൻ്റെ പണിയോ അത് പൊന്നുകൊണ്ട് അടിച്ചുണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ ചൂട് മുതൽ പുഷ്പം വരെ അടുപ്പ് പണി തന്നെ യഹോവ മോശയോട് കാണിച്ച മാതൃക പോലെ തന്നെ അവൻ നിലവിളക്കുണ്ടാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം ചെയ്തു. പിന്നെ അതിനുശേഷം ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്ത് ശുചീകരിക്കാൻ, അവരുടെ ശുദ്ധീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ കൽപ്പന ആ അധ്യായം മുഴുവനായിട്ട് അധ്യായം പ്രധാനമായിട്ടെല്ലാം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ
അതിൻ്റെ 1-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. അവർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട് പോകുന്നതിൻ്റെ 2-ാം സംവത്സരം 1-ാം മാസം യഹോവ സീനായി മരുഭൂമിയിൽ വെച്ച് മോശയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കൾ പെസഹ അതിന് നിശ്ചയിച്ച സമയത്ത് ആചരിക്കണം. അതിന് നിശ്ചയിച്ച സമയമായി ഈ മാസം 14-ാം തീയതി വൈകുന്നേരം അത് ആചരിക്കണം. അങ്ങനെയുള്ള കൽപ്പനകൾ ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ പെസഹ ആചരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നീട് 15-ാമത്തെ വാക്യം മുതൽ ആ ഒരു കൽപ്പനകളെല്ലാം 14-ാമത്തെ വാക്യം വരെ ആ കൽപ്പനകളാണ്. പെസഹ ആരാധനയെക്കുറിച്ചും ആചരണത്തെക്കുറിച്ചും അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഒക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തിരുനിവാസം നിർത്തിയ നാളിൽ മേഘം സാക്ഷി കൂടാരമെന്ന തിരുനിവാസത്തെ മൂടി. സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്മേൽ അഗ്നി പ്രകാശം പോലെ ആയിരുന്നു. അപ്പോൾ രാത്രി അത് അഗ്നിപ്രകാശം പോലെയും പകലത് മേഘവുമായിരിക്കും. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും അതിനെ മൂടിയിരുന്നു. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമിറങ്ങും. യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും യഹോവയുടെ കൽപ്പന പോലെ പാളയമിറങ്ങുകയും ചെയ്തു. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോഴൊക്കെയും അവർ പാളയമടിച്ച് താമസിക്കും. മേഘം തിരുനിവാസത്തിന്മേൽ ഏറെ നാൾ ഇരുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ മേഘം ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് പിന്നെ അത് കൂടാരത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ മാത്രമാണ് ഇവർ യാത്ര പുറപ്പെടുന്നത്, അല്ലെങ്കിൽ യാത്ര പോവില്ല. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറേ നാളിരിക്കും. അപ്പോൾ അവർ യഹോവയുടെ കൽപ്പന പോലെ പാളയമിറങ്ങിയിരിക്കും. പിന്നെ യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടും. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ ഉഷസ് വരെ ഇരിക്കും. മേഘം തന്നെ സന്ധ്യ മുതൽ ഉഷസ് വരെ ഇരിക്കും. ഉഷസിൻ്റെ കാലത്ത് മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടും. ചിലപ്പോൾ പകലും രാവും ഇരിക്കും. പിന്നെ മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടും. 2 ദിവസമോ 1 മാസമോ 1 സംവത്സരമോ മേഘം തിരുനിവാസത്തിന്മേൽ ആവസിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടാതെ പാളയമടിച്ച് താമസിക്കും. അത് പൊങ്ങുമ്പോഴോ അവർ പുറപ്പെടും. യഹോവയുടെ കൽപ്പന പോലെ അവർ പാളയമിറങ്ങുകയും യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുകയും ചെയ്തു. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ യഹോവയുടെ ആജ്ഞ പ്രമാണിച്ചു. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ ഭാഗം നോട്ട് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവർ യാത്ര പുറപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൊതുവേ ആളുകളൊക്കെ ചിന്തിക്കുന്ന ഒരുപക്ഷെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര ചിന്തിക്കാത്ത ആളുകൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം, ഇതിങ്ങനെ മിസ്രൈമിൽ നിന്ന് കടന്നു വന്നിട്ട് എന്തിനാണ് ഈ 40 വർഷം ഇവരെവിടെ പോയി, ഒരു ദിക്കറിയാതെ ഇങ്ങനെ തെറ്റിപ്പോയെന്നൊക്കെ ഉള്ള ഒരു മിഥ്യാധാരണ ചിന്തകളൊക്കെ ഒരുപക്ഷെ മനസ്സിൽ വന്നേക്കാം. പക്ഷേ അങ്ങനെയല്ല. ദൈവം അവരെ നടത്തുന്ന വഴികളിൽ കൂടിയാണ് അവർ നടത്തിയത്. ദൈവം അവരോട് പുറപ്പെടാൻ പറഞ്ഞാൽ അവർ പുറപ്പെട്ടില്ലെങ്കിൽ അവരും പോകത്തില്ല. അങ്ങനെ വർഷങ്ങളോ മാസങ്ങളോ ദിവസങ്ങളോ ഒക്കെ അവർ കഴിച്ചു പോകുന്നു. പിന്നെ അതിനുശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയോട് വീണ്ടും കർത്താവ് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നത് 2 കാഹളം ഉണ്ടാക്കുവാനായിട്ട് കൽപ്പിച്ചു. അപ്പോൾ അതിനെ ഉണ്ടാക്കേണ്ട ഒരു രീതിയും അതുണ്ടാക്കിയാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക. അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. കാഹളം എന്ന് വെച്ചാൽ ട്രംപറ്റ്, അത് ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടാനും പാളയത്തെ പുറപ്പെടുവിക്കാനും ഉതകണം. അത് പ്രധാന അറിയിപ്പുകൾ ഉണ്ടാകുമ്പോഴും അങ്ങനെ ആളുകളൊക്കെ അല്ലെങ്കിൽ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടുവാനും ഒക്കെ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുവാനായിട്ട് കൽപ്പിച്ചത്. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൻ്റെ അടുക്കൽ കൂടണം. 1 കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിൻ്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിൻ്റെ അടുക്കൽ കൂടണം. ഗംഭീര ധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. 2-ാം പ്രാവശ്യം ഗംഭീര ധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീര ധ്വനി ഊതണം. അങ്ങനെ അതിൻ്റെ ആ ഒരു സീക്വൻസ് അത് അവിടെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അങ്ങനെ പിന്നീട് 14ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ കൽപ്പനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അനന്തരം 2-ാം സംവത്സരം 2-ാം വർഷം 2-ാം മാസം 20-ാം തീയതി മേഘം സാക്ഷ്യ നിവാസത്തിന്മേൽ നിന്ന് പൊങ്ങി. അപ്പോൾ ഇത് സാക്ഷ്യ നിവാസത്തിൽ നിന്ന് മേഘം പൊങ്ങിക്കഴിഞ്ഞാൽ അവർ യാത്ര പുറപ്പെടണം. അങ്ങനെ അപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായ് മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അപ്പോൾ മാത്രമാണ് സീനായ് മരുഭൂമിയിൽ നിന്ന് അവർ പുറപ്പെട്ടത്. അപ്പോൾ അതുവരെ അവിടെ പാളയം അടിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം മേഘം പാറാൻ മരുഭൂമിയിൽ വന്ന് നിന്നു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവർ ഇങ്ങനെ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യഹൂദ മക്കളുടെ കൊടുക്കീഴിലുള്ള പാളയം ഗണം ഗണമായി ആദ്യം പുറപ്പെട്ടു. അങ്ങനെ ഓരോ ഗണങ്ങളും ഓരോ ഗോത്രങ്ങളുമൊക്കെ അവരുടെ കൊടുക്കീഴിൽ, അത് നമ്മൾ ഇന്നലെ കണ്ടതാണ് എങ്ങനെയാണെന്നുള്ളത്. അവരുടെ പട്ടാളം, അവരുടെ മിലിറ്ററി സജ്ജമായിട്ടുള്ള ആളുകൾ മുമ്പിലും, അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അവർ കൂടിയും, അങ്ങനെയാണ് അവർ വളരെ ക്രമമായിട്ട് അവരങ്ങനെ പുറപ്പെടുകയാണ്. പിന്നെ അതിന് ശേഷം 33ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപ്പെട്ട അവർക്ക് വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. യഹോവയുടെ പർവ്വതം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു, സിനായ് മലയാണ്, മൗണ്ട് ഹൊരേബ്. അവിടുന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു പോയതിന് ശേഷം 3 ദിവസത്തെ വഴി പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെട്ടപ്പോൾ മോശെ യഹോവയെ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ശേഷമാണ്, അല്ലെങ്കിൽ അങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് പോകുന്നത്. പിന്നെ അത് വിശ്രമിക്കുമ്പോൾ യഹോവയെ അനേകായിരമായ ഇസ്രായേലിൻ്റെ അടുക്കൽ മടങ്ങി വരണമേ എന്ന് പറയും. അങ്ങനെ ആ 10ാമത്തെ അധ്യായം അങ്ങനെ തീരുന്നു. എന്നാൽ ഇങ്ങനെ നടക്കുമ്പോഴും ദൈവത്തിൻ്റെ കൃപ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ കൂടെ, തേജസ്സിൻ്റെ ആ മറവിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുമ്പോഴും അവർ നടത്തുമ്പോഴും ഒക്കെ പോലും അവർ ദൈവത്തോട് മറുതലിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് ഇനി മുതൽ. അനന്തരം 14ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ട് അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ അവർ പിറുപിറുത്തു. അത് ദൈവം അറിഞ്ഞു. ദൈവം ഇതെല്ലാം അറിയുന്നവനാണല്ലോ. ദൈവത്തിന് അറിയാത്ത, അല്ലെങ്കിൽ ദൈവത്തിന് മറവായിട്ടുള്ളത് ഒന്നുമില്ല. അപ്പോൾ എത്ര പിറുപിറുത്താലും, അത് മനസ്സിലാണെങ്കിലും നമ്മുടെ വായിൽ കൂടി ആണെങ്കിലും എല്ലാം ദൈവം അത് കേൾക്കും, ദൈവം അത് അറിയും. അങ്ങനെ ആദ്യത്തെ ആ ഒരു ക്രോധം അവരുടെ ഇടയിലേക്ക് വരുവാനായിട്ട് ആ സമയത്ത് ഇടയായി തീർന്നു. ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരായി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ഇസ്രായേൽ മക്കളാണെങ്കിൽ പോലും അവർ ചിലർ മറ്റ് ജാതികളിൽ നിന്ന ആളുകളെ, അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവർ വന്ന മക്കളൊക്കെ സമ്മിശ്ര ജാതിയായിട്ട് മാറി. അപ്പോൾ അങ്ങനെയുള്ളവരും അവർ ദുരാഗ്രഹികളായി എന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് അവരുടെ പ്രശ്നം അവർക്ക് തിന്നാൻ ഇറച്ചിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഫുഡിൻ്റെ കാര്യത്തിലാണ് അവർ ആ സമയത്ത് മറുതലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവർ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങൾക്ക് തിന്മാൻ ഈ ഇറച്ചി ആർ തരും? ഞങ്ങൾ ഇസ്രായേലിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. അപ്പോൾ നടുമരുഭൂമിയിൽ കൂടി ദൈവം നടത്തുന്ന ആ സമയത്ത് പോലും അവർ ആ ഇസ്രായേലിൽ കഴിച്ചു കൂട്ടിയ സമയത്തെക്കുറിച്ച്, എന്നാൽ അവിടെ അവർ സ്ലേവുകളായിരുന്നു, എന്നാൽ അത് കാര്യം അവർ സൗകര്യപൂർവ്വം മറന്നു പോകുന്നതായിട്ട് നമ്മൾ കാണാം. അവരെ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമാണ് അവരുടെ വായിക്ക് രുചി വരുന്നതിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ മാത്രമാണ് അവിടെ പരാതിയായിട്ട് പറയുന്നത്. എന്നാൽ അവിടെ നിന്ന് വിടുവിച്ചതിൻ്റെ ആ ഒരു സന്തോഷം, അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് അവർ മറന്നുപോയി. ഇപ്പോഴും ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ
അതുവരെയും അതിനു മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ന കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ വളരെയധികം സന്തോഷത്തോടു കൂടി അത് പെറുക്കി കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പം മന്നയുടെ സ്പെക്കൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇതിലൊരു വീണ്ടും സംഖ്യാപുസ്തകത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നു, മന്നയോ കൊത്താമ്പലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റേത് പോലെയും ആയിരുന്നു. ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു. രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. അങ്ങനെയാണത് വരുന്നത്. ഈ മന്നയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഏത് അധ്യായത്തിലാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എന്നാൽ അത് സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുക്കുന്നതാണ്, സ്വർഗത്തിൽ നിന്ന്. അപ്പോൾ ഇത് വെറുതെ ആകാശത്ത് നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന ഒരു സാധനമല്ല, ഇത് സ്വർഗീയ ഭോജനമാണ് ഈ സാധനം, മന്ന. ആ മന്നയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വളരെയധികം പ്രത്യേകതകളുണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. കാരണം അത്രയും നല്ല ഒരു ഫുഡ് ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടും അവർക്ക് വീണ്ടും അത് ഇഷ്ടപ്പെടാതെ മറുതലിക്കുന്നതായിട്ട് നമുക്ക്, അതായത് ഈ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് അത്യാഗ്രഹമായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഓരോ ട്രാൻസ്ഫോർമേഷനാണ്. അങ്ങനെയാണ് ഓരോരുത്തർ ദൈവസന്നിധിയിൽ നിന്ന് മാറി മാറി പോകുന്നത്. എത്ര കിട്ടിയാലും പോരാ എന്നുള്ള ചിന്തകൾ വരും. അങ്ങനെ ജനം കുടുംബമായി ഓരോരുത്തരും താൻ്റെ കൂടാരവാതിൽക്ക് വെച്ച് കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു, മോശയ്ക്കും അനിഷ്ടമായി. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, അപ്പോൾ മോശയോടാണ് ഇവരെല്ലാം ചെന്നിട്ട് പരാതി പറയുന്നത്, അല്ലെങ്കിൽ മോശയാണ് ഇതെല്ലാം ഫസ്റ്റ് ഹാൻഡ് ഇത് കാണുന്നതെന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഈ എന്താ പറയുക, ഇതിൻ്റെ എല്ലാം ഒരു പ്രഷർ എല്ലാം മോശയാണ് ആദ്യം ഇത് വഹിക്കേണ്ടി വരുന്നത്. മോശ ഇത് കേട്ടിട്ട് മോശയ്ക്ക് പ്രഷർ സഹിക്കാതെ വരുമ്പോഴത്തേക്കും മോശ എന്ത് ചെയ്യും? മോശ ദൈവത്തോട് ഈ ആവലാതികളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ ആവലാതി പറയുമ്പോഴും അത് നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെയാണ് മോശ ദൈവത്തോട് സംസാരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലുള്ള ആ രീതിയിലാണ് മോശയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വച്ചതെന്ത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെ ഞാൻ ഗർഭം ധരിച്ചു പോകും. അത് സ്വന്തം വളരെ അടുത്തൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെയാണ് മോശ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് വഴക്കുണ്ടാക്കുകയാണ്. ഞാൻ അവരെ പ്രസവിച്ചു പോകും, ഈ ജനത്തിനൊക്കെയും കൊടുക്കുവാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവരിതാ ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞ് കരയുന്നു. അപ്പോൾ പിന്നെ ഉള്ള അവലാതി പിന്നെ സഹിക്കാൻ വയ്യാതെ ഇത് പറ്റത്തില്ല എന്നുള്ള രീതി പറയുകയാണ്, ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയവ് വിചാരിച്ച് എന്നെ കൊന്നു കളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. അപ്പോൾ ഇങ്ങനെ സഹിച്ച് അറ്റമാകുമ്പോഴത്തേക്കും നമ്മൾ ഈ കൂട്ടുകാരോട് അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ പരസ്പരം ഭാര്യയും ഭർത്താവൊക്കെ സംസാരിക്കുന്ന അതുപോലെ വളരെ ഇൻറ്റിമേറ്റായിട്ടാണ്, വളരെ അടുത്ത രീതിയിലാണ്, വളരെ അടുത്ത ഒരു ബന്ധത്തിലാണ് ദൈവമായ യഹോവയായ ദൈവത്തോട് മോശ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മോശ അപേക്ഷിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും അത് അപേക്ഷയായിട്ടാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ അത് അപേക്ഷിച്ചപ്പോൾ ദൈവം കൽപ്പിച്ചു, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോട് കൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു വരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിൻ്റെ മേലുള്ള ആത്മാവിൽ കുറേ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോട് കൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ അന്നുവരെ മോശയിൽ മാത്രമാണ് ആ ഒരു ജനക്കൂട്ടത്തിൽ ആകെ ഉള്ളത്. കാരണം മോശ വഴിയാണ് ദൈവം ജനത്തോട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു 70 പേരെ കൂടി
ദൈവം തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും കൽപ്പിക്കുന്നു, എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്നുവാൻ ഇറച്ചി ആറ് തരും? മിസ്രയീമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. കൃത്യമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, ഒരു മാസം മുഴുവനും തന്നെ. 1 2 ദിവസം, 5 10 ദിവസം എന്നല്ല, ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് തിന്നാനായിട്ട് ഇറച്ചി തരാൻ പോവുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനും വരുവോളം നിങ്ങൾ തിന്നും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം നിങ്ങളുടെ മൂക്കുമുട്ട നിങ്ങൾ കഴിക്കുന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ, കാരണം ഒരു ഇഷ്ടത്തോടു കൂടി, കാരണം അവർ ആ രീതിയിലാണ് പെരുമാറിയത്. അതുകൊണ്ട് അവർക്കതിന് മറുപടി കൊടുത്തുവെങ്കിൽ പോലും അത് ദൈവമായിട്ട് സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. എന്നാൽ അവരുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനും വരുവോളം നിങ്ങൾ തിന്നും. നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് എന്തിനു പുറപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പാകെ കരയുകയും ചെയ്തിരിക്കുന്നല്ലോ. അപ്പോൾ മോശെ, എന്നോടുകൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. ഒരു മാസം മുഴുവൻ തിന്നാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകും വണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മോശെ പിന്നെ, ഇത്രയും പേരുണ്ട്, അവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? അവർക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ്? അപ്പോൾ ദൈവത്തിന് ആലോചന പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് മോശെ ഇപ്പോൾ സംശയം ചോദിക്കുന്നത്. ആടുമാടുകൾ ഇതൊക്കെ മതിയോ? അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് ഇനി മത്സ്യത്തെ പിടിക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിന് യഹോവയായ ദൈവം മറുപടി വരുന്നത് നമുക്ക് കേൾക്കാം. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. അതിന് കൃത്യമായിട്ട് ദൈവം വളരെ സീരിയസ് ആയിട്ട് തന്നെ മോശയോട് സംസാരിച്ചു. ഇത് ചെയ്യാൻ കഴിയാത്തവണ്ണം സർവശക്തനായ ദൈവത്തിൻ്റെ കൈ ഇത്ര ചെറുതാണോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്നുള്ളത് നീ നോക്കി ഇപ്പോൾ കാണും. നീ നോക്കിക്കോ, അതുപോലെ തന്നെ സംഭവിക്കുന്നത് നീ നിൻ്റെ കണ്ണുകൊണ്ട് കാണും എന്നാണ് പറഞ്ഞത്. അങ്ങനെ മോശെ എന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിന് മൂപ്പന്മാരെ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിൻ്റെ ചുറ്റിലും നിർത്തി. അത് നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സംഭവിക്കുന്നതാണ്, എന്നാറെ യഹോവ ഒരു മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്തു. അവന്മേലുള്ള ആത്മാവിൽ കുറേ എടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർക്ക് കൊടുത്തു. അങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കുറച്ച് കുറേ കൃപകൾ എടുത്ത് മൂപ്പന്മാരായ ആ 70 പേർക്ക് വിഭാഗിച്ചു കൊടുത്തു എന്ന് പറയുന്നു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. അതിൽ 2 പേര് അവിടെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, എങ്കിലും അവരുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആത്മാവ് കൊടുത്തപ്പോഴത്തേക്ക് അവർക്കും അവരുടെയും ഷെയർ അവിടെ കിട്ടി. അങ്ങനെ അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു എന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്ന് എൽദാദും മേദാദും, അങ്ങനെ 2 പേരാണ്, അവർ പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ നൂൻ്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായ യോശുവ, എൻ്റെ യജമാനായ മോശെ, അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശെ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മോശയും ഇസ്രായേൽ മൂപ്പന്മാരും പാളയത്തിൽ വന്ന് ചേർന്നു. അങ്ങനെ ആത്മാവിനെ 70 പേർക്കും കൂടി വിഭാഗിച്ച് കൊടുത്തു, അല്ലെങ്കിൽ പങ്കുവെച്ച് കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. അങ്ങനെ കാടപ്പക്ഷിയാണ് ഇറച്ചിയായിട്ട് കൊടുക്കുന്നത്. കാടയെ കൊണ്ടുവന്ന് പാളയത്തിന് സമീപത്ത് ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോടെ ഏകദേശം 2 മുഴം പറന്ന് നിൽക്കുമാറാക്കി. അങ്ങനെ ആ താഴത്തുകൂടി ഇങ്ങനെ പക്ഷികൾ പറക്കുന്നു. അങ്ങനെ ജനം മുഴുവൻ എഴുന്നേറ്റ് ആ രാത്രി പറയുന്നു
ഇത് വചനത്തിൽ പറയുന്ന 32-ാമത്തെ വാക്യത്തിൽ ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ചു കൂട്ടി. അപ്പോൾ ഇഷ്ടംപോലെ കഴിക്കാനുള്ള അത്രയും കറി വെച്ച് അല്ലെങ്കിൽ പാകം ചെയ്ത് കഴിക്കാനുള്ള അത്രയും പക്ഷികളെ അവർ പിടിച്ചു. കുറച്ച് പിടിച്ചവൻ 10 പേരെ പിടിച്ചു കൂട്ടി. അവർ അവയെ പാളയത്തിന് ചുറ്റിലും ചിക്കി. എന്നാൽ ഇറച്ചി അവരുടെ പിന്നെ അവർ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചേർക്കും മുമ്പ് തന്നെ യഹോവയുടെ കോപം ജനത്തിന് മേൽ നേരെ ജ്വലിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ആ ഒരു അനുഗ്രഹം കൊടുത്ത്, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മൾ ആദ്യം ചോദിക്കണം. ദൈവത്തിൻ്റെ അരുളപ്പാട്, അത് ദൈവഹിതമാണോ നമ്മുടെ ആ അപേക്ഷ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. നമുക്ക് അപേക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷിക്കാം, എന്നാൽ നമ്മളൊരിക്കലും ദൈവത്തോട് മറുതലിച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീരരുത്. അങ്ങനെ മറുതലിച്ച് നിന്നാൽ ദൈവമൊക്കെ ഒരുപക്ഷെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മളോടുള്ള മഹാകരുണയും ദയയും കൊണ്ട് ഒരുപക്ഷെ നമ്മൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തന്നേക്കാം. എന്നാൽ അത് ഒരുപക്ഷെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ജനത്തിന് 1 മാസത്തോളം കഴിക്കുവാനുള്ള അത്രയും ഇറച്ചി കാടപ്പക്ഷിയുടെ രൂപത്തിൽ ദൈവം കൊടുത്തുവെങ്കിൽ പോലും അത് കഴിച്ച് അത് തീരുന്നതിന് മുമ്പ് തന്നെ യഹോവയുടെ കോപം ജനത്തിന് നേരെ ജ്വലിച്ചു. അവരെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു എന്നാണ് വിശുദ്ധവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ് എന്ന് പേരായി. കിബ്രോത്ത് ഹത്താവ് വിട്ട് ജനം ഹസരോത്തിലേക്ക് പുറപ്പെട്ട് ഹസരോത്തിൽ പാർത്തു. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന അപേക്ഷകളൊക്കെ ദൈവ ഇഷ്ടമാണെങ്കിൽ മാത്രം അത് നടത്തി തരുവാൻ തക്കവണ്ണം കൃപയുണ്ടാകണേ എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം. കാരണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം നമുക്ക് ഒരു കാറ് വേണേ എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം ഒരു പക്ഷേ തന്നേക്കാം, നമ്മുടെ പ്രാർത്ഥനയുടെ ആ ശക്തി പോലെ. എന്നാൽ ആ കാറ് കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടായേക്കാം അല്ലെങ്കിൽ ദോഷവും ഉണ്ടായേക്കാം. അത് രണ്ടും ദൈവ തീരുമാനം അനുസരിച്ചാണ് നടക്കുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ ആഗ്രഹം ഇതാണെങ്കിൽ പോലും നമ്മൾ അപേക്ഷിക്കുമ്പോൾ തിരികിതമാണെങ്കിൽ മാത്രം ചെയ്യണേ എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് കർത്താവ് അത് ചെയ്തു തരുവാനായിട്ട് ഇടയായി തരും. അല്ലെങ്കിൽ അതുപോലെ ചെയ്യും. നമുക്ക് വേണ്ടതാണെങ്കിൽ ദൈവം തരും, വേണ്ടതല്ല നമുക്കത് ദോഷത്തിനാണ് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദോഷമാണ് സംഭവിക്കുക എന്നുള്ളതെങ്കിൽ ദൈവം അത് ഒരിക്കലും തരുവാനായിട്ട് ഇടയാകത്തുമില്ല. അപ്പോൾ നമ്മൾ ദുരാഗ്രഹികളായിട്ട് ഒരിക്കലും നമ്മൾ മാറുവാനായിട്ട് പാടില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടാകും. കാരണം മനുഷ്യനായി പിറന്ന ആർക്കും ആഗ്രഹങ്ങൾ കാണും. ആഗ്രഹമൊക്കെ മനുഷ്യനുണ്ടാകും. കാരണം അത് ജനനം മുതൽ ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ മനുഷ്യനുള്ളൊരു പ്രശ്നമാണ് ഈ ആഗ്രഹം എന്നുള്ളത്. കാണുന്നതിനോടല്ല ആഗ്രഹം തോന്നുക എന്നുള്ളത്. ആഗ്രഹം അപ്പോൾ മനുഷ്യനുണ്ട്. എന്നാൽ ആ ആഗ്രഹം മാറിയിട്ട് അത്യാഗ്രഹവും ദുരാഗ്രഹവുമായിട്ട് മാറാതിരിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ഇന്ന് നമ്മൾ ഇത്രയും 11-ാമത്തെ അധ്യായം വരെ നമ്മൾ ചിന്തിച്ചു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.